ഹിന്ദു വിശ്വാസപ്രകാരം ഭക്തർ വണങ്ങി വരുന്ന ദേവന്മാരിൽ പ്രധാനിയാണ് സുബ്രഹ്മണ്യ സ്വാമി എന്ന മുരുക ഭഗവാൻ. മുരുക ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള പ്രധാന വ്രതങ്ങളാണ് എല്ലാ മാസവും അനുഷ്ഠിച്ചു വരുന്ന കാർത്തിക പൂജയും ഷഷ്ഠി വ്രതവും. എല്ലാ മാസവും കാർത്തിക നക്ഷത്രത്തിൽ അനുഷ്ഠിക്കുന്ന കാർത്തിക വ്രതം ഐശ്വര്യത്തിനും, വെളുത്ത പക്ഷത്തിലെ 6-ാം തീയതിയിൽ അനുഷ്ഠിക്കുന്ന ഷഷ്ഠി വ്രതം ശത്രുനാശത്തിനും സന്താന സൗഭാഗ്യത്തിനും വിശേഷപ്പെട്ടതാണ്. ഇവ രണ്ടും മുരുകൻ്റെ അനുഗ്രഹം ലഭിക്കാനും ദോഷങ്ങൾ അകറ്റാനും സഹായിക്കുന്നു. എല്ലാ മലയാള മാസവും വെളുത്ത പക്ഷത്തിലെ അമാവാസ്യയ്ക്ക് ശേഷം 6-ാം ദിവസമാണ് ഷഷ്ഠി വരുന്നത്. സ്കന്ദ ഷഷ്ഠി, തുലാമാസം, തമിഴിൽ ഐപ്പസി. ഇതാണ് ഏറ്റവും പ്രധാനം. സുബ്രഹ്മണ്യ സ്വാമി താരകാസുരനെ വധിച്ച ദിവസമാണ് ഷഷ്ഠിയായിട്ട് ആഘോഷിക്കുന്നത്. ഇത് മുരുക ഭഗവാനെ വണങ്ങുന്ന ഭക്തർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ പ്രധാന ഉത്സവമായി കൊണ്ടാടുന്നുണ്ട്. എല്ലാ മലയാള മാസവും കാർത്തിക നക്ഷത്രത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നു. ഇതാണ് കാർത്തിക പൂജ. വെളിച്ചത്തിൻ്റെയും അറിവിൻ്റെയും ഉത്സവമായി കാർത്തിക ദീപം ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ രണ്ട് വ്രതങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്രതദിനത്തിൽ രാവിലെ കുളിച്ച് മുരുകക്ഷേത്ര ദർശനം നടത്തുകയും ഭജനമിരിക്കുകയും സ്കന്ദഷഷ്ഠി കവചം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സന്താനലബ്ധി, മഹാരോഗശാന്തി, വിവാഹ തടസ്സം നീങ്ങൽ, ശത്രുദോഷം അകറ്റൽ, ആത്മീയ പുരോഗതി എന്നിവയാണ് ഈ വ്രതങ്ങളുടെ എല്ലാം പ്രധാന ഫലങ്ങൾ. ഈ പൂജകൾ വഴി മുരുകൻ്റെ കൃപാ കടാക്ഷം ലഭിക്കുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. പാലക്കാട്ടെ 2 പ്രമുഖ മുരുകക്ഷേത്രങ്ങളാണ് പഴനിയിൽ പാതി കൊടുമ്പ് എന്ന് പറയപ്പെടുന്ന കൊടുമ്പിലെ വള്ളി ദേവസേന സമേത കല്യാണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതുപോലെ മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് ചിറ്റൂരിലെ ചേണംപുള്ളി മലയിലെ ചെറുബാല ആറുമൂർത്തി ക്ഷേത്രം. ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ്. ഈ 2 ക്ഷേത്രങ്ങളിലും കാർത്തികയും അതുപോലെ തന്നെ ഷഷ്ഠിയും വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നു. പലതരത്തിലുള്ള അഭിഷേകങ്ങളും അതിനുശേഷം അലങ്കാര പൂജകളും വളരെ ഭംഗിയായിട്ടും വൈവിധ്യപൂർണ്ണമായിട്ടും നടത്തിവരുന്നു. ഇന്നലെയായിരുന്നു വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ തൊഴുത കാർത്തിക പൂജ. ഇന്നാണ് ഷഷ്ഠി പൂജ. ഇന്നലത്തെ പോലെ ഇന്നും മുരുകക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ്.